ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യുവർ അറ്റൻഷൻ പ്ലീസ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട റോഷ്നി മാഡം 6 പാക്ക് ഉണ്ടാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. ഇന്നേക്ക് ദുർഗാഷ്ടമി. അവൾ 6 പാക്ക് ഉണ്ടാക്കി എല്ലാവർക്കും മാതൃകയാകുന്നതാണ്. അബി കൈ ചുരുട്ടി വായുടെ മുന്നിൽ മൈക്ക് പോലെ വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് റോഷ്നി ഉറക്കെ ചിരിച്ചു. നിന്റെ കാർ എടുക്കണോ എന്റെ കാർ എടുക്കണോ? അബി അവളോട് ചോദിച്ചു. ഞാൻ കാർ കൊണ്ടുവന്നിട്ടില്ല, റോഷ്നി 2 കൈകളും നീട്ടി പറഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലുള്ള അവളുടെ സംസാരം കണ്ട് അഭിനവിന്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ശരി, അപ്പോ ഇന്ന് ഇത് നിന്റെ കാറും ഞാൻ നിന്റെ ഡ്രൈവറുമായി മാറുന്നു. അത് പറഞ്ഞുകൊണ്ട് അബി തന്റെ കാറിനടുത്തേക്ക് നടന്നു. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. റോഷ്നി അവന്റെ അരികിൽ കയറി. നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നോ അവളുടെ ഭർത്താവിനെ ഒരു ദിവസത്തേക്ക് നീ കടമെടുക്കണമെന്ന്? അബി ചോദിച്ചു. തീർച്ചയായും. ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, നിന്റെ ഹസ്ബൻഡിനെ ഒരു ദിവസത്തേക്ക് ഞാൻ ഒന്ന് എടുത്തോട്ടെ എന്ന്. അന്നേരം അവള് പറഞ്ഞു, ഒരു ദിവസത്തേക്ക് ആക്കണ്ട, മുഴുവനായിട്ട് നീ എടുത്തോ, വേണമെങ്കിൽ നിനക്ക് കുറച്ച് പൈസയും തരാമെന്ന്. റോഷ്നി വലിയ തമാശ പോലെ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. എന്നാൽ അത് അബിക്ക് അത്ര ദഹിച്ചില്ല. എങ്കിലും അവൻ മുഖത്തൊരു പുഞ്ചിരി വരുത്തി. അത് കണ്ട് റോഷ്നി അവനെ നോക്കി. അനന്യ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് നിനക്കറിയാലോ. നീ അവളിൽ നിന്ന് എത്രത്തോളം അകന്നിരിക്കുന്നുവോ അത്രത്തോളം അവൾ സന്തോഷവതിയായിരിക്കും. റോഷ്നി വീണ്ടും പറഞ്ഞു. അഭിനവ് ഇതിന് മറുപടിയായി തലയാട്ടി. പിന്നെ മുൻപേ പറയണമെന്ന് വിചാരിച്ചതാ, നിന്റെ കാർ വളരെ സ്മൂത്താണല്ലോ. ലക്ഷറി കാറുകളിൽ ഇരിക്കുന്ന അതേ കംഫർട്ട് എനിക്ക് ഈ കാറിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കാറിൽ ഒരു ട്രിപ്പ് പോയാലോ? റോഷ്നി വീണ്ടും ചോദിച്ചു. നിന്റെ കൂട്ടുകാരി കൺവിൻസ് ആവുമെങ്കിൽ നമുക്ക് പോകാം. അവ അങ്ങനെയാണ് മറുപടി കൊടുത്തത്. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, റോഷ്നി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവൾ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഒരു പുതിയ ജിമ്മിന്റെ മുന്നിലെത്തി. അഭിനവ് കാറ് പാർക്ക് ചെയ്തു. റോഷ്നി ഇറങ്ങാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അബി അവളെ തടഞ്ഞു. അവിടെ അനങ്ങാതിരിക്കെ. അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു അവനത് പറഞ്ഞത്. അത് കേട്ടതും റോഷ്നി ഭയന്ന് അവനെ തന്നെ നോക്കി. ആദ്യമായിട്ടാണ് അബി ഇത്രയും രൂക്ഷമായി അവളോടൊരു കാര്യം പറയുന്നത്. അബി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ശേഷം റോഷ്നിയുടെ സൈഡിലെ ഡോറ് തുറന്നു കൊടുത്തു. കമോൺ ഡാർലിംഗ്, ഇനി പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ഇന്ന് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടാണ്. ആ കാര്യം ഇത്ര പെട്ടെന്ന് നീ മറന്നു? കൈ നീട്ടിക്കൊണ്ട് അബി പറഞ്ഞു. അഭിനവ് തനിക്കായി വാതിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ റോഷ്നി ഉറക്കെ ചിരിച്ചു. എന്താ ഒരു അഭിനയം, എന്താ ഒരു പെർഫെക്ഷൻ. നീ പൂർണ്ണമായും കഥാപാത്രത്തിലേക്ക് ഇൻവോൾവ് ആയല്ലോ. ഭയങ്കരം തന്നെ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ കോംപ്ലിമെന്റിന് വളരെ നന്ദിയുണ്ട് മേഡം, അഭിനവ് നാടകീയമായി പറഞ്ഞു. റോഷ്നി ഇറങ്ങിയപ്പോൾ അബി വാതിലടച്ചു. അവർ രണ്ടുപേരും ലിഫ്റ്റിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു കാർ വന്ന് നിന്നു. അഭിനവ് അതിൽ ശ്രദ്ധിച്ചില്ല. പക്ഷെ റോഷ്നിയുടെ നോട്ടം ആ കാറിൽ ഉടക്കി നിന്നു. വാസ്തവത്തിൽ ആ കാർ അഭിനവിന്റെ കാറിനോട് സാമ്യമുള്ളതായിരുന്നു. എന്നാൽ അത് കണ്ടാൽ തന്നെ അത് വളരെ വിലയേറിയ കാറാണെന്ന് മനസ്സിലാകും. റോഷ്നി ആ കാറിനെ നോക്കുന്നത് കണ്ടപ്പോൾ അഭിനവിന്റെ ശ്വാസം നിലച്ചു. ഒരു ലക്ഷറി കാർ എങ്ങനെയാണ് താൻ സ്വന്തമാക്കിയതെന്ന് റോഷ്നിയുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ സംശയമുണ്ടായി കാണും. അവൾ തന്നോട് ആ കാറിനെ കുറിച്ച് ചോദിക്കുമെന്നെല്ലാം അബി ചിന്തിച്ചു. ഇത് നിങ്ങളുടെ വണ്ടി പോലെ ഉണ്ടല്ലോ, റോഷ്നി തിരിഞ്ഞു നിന്ന് അബിയോട് ചോദിച്ചു. അത് കേട്ടതും അബി ഒരു നിമിഷം സ്റ്റക്കായി. അവളോട് എന്തു മറുപടി പറയുമെന്നായിരുന്നു അവൻ ചിന്തിച്ചത്. നിനക്കെന്താ വട്ടാണോ റോഷ്നി? ഈ ലക്ഷറി കാറുമായിട്ടാണോ എന്റെ ഈ പാട്ടവണ്ടി കമ്പയർ ചെയ്യുന്നത്? എന്റെ വണ്ടി എവിടെ കിടക്കുന്നു, ഈ കാർ എവിടെ കിടക്കുന്നു? തന്റെ വെപ്രാളം മറച്ചു വെച്ചുകൊണ്ട് അബി പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ റോഷ്നി ഒരു നിമിഷം സംശയിച്ചു നിന്നു. അവളുടെ മനസ്സ് മാറ്റിയില്ലെങ്കിൽ ഇനിയും അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ അവൾക്കുണ്ടാകുമെന്ന് അബിക്ക് മനസ്സിലായി. എന്റെ കാറ് കാണാൻ മോശമായിരിക്കും, പക്ഷെ ഈ ഉള്ളിലെ മനസ്സുണ്ടല്ലോ, അത് 916 ആണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു മനസ്സാണിത്. പണം കൊണ്ട് ഞാൻ ദരിദ്രനാണ്, പക്ഷെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ സമ്പന്നനാണ് കുട്ടി, സമ്പന്നനാണ്. അവൻ ഏതോ നാടകത്തിലെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് റോഷ്നിയുടെ അരികിലേക്ക് ചെന്നു. റോഷ്നി അവന്റെ ഈ അഭിനയം കണ്ട് ഒരു നിമിഷം അമ്പരന്നു. അടുത്ത നിമിഷം രണ്ടുപേരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് ചുമ്മാ ചിരിച്ചുകൊണ്ടായില്ല, നമുക്ക് അകത്തേക്ക് പോകാം. നമ്മുടെ 6 പാക്ക് ആപ്സ് അകത്ത് കാത്തിരിക്കുന്നുണ്ട്, അഭിനവ് അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി പറഞ്ഞു. അത് ശരിയാ, വരൂ, റോഷ്നി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അവർ രണ്ടുപേരും ജിമ്മിന്റെ പ്രവേശന കവാടത്തിലേക്ക് നടന്നു. റോഷ്നി കാറിനെ പറ്റി മറന്നും തോന്നുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ അഭിനവ് ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടു. എന്നാലും ആ കാർ ആരുടേതായിരിക്കും? എക്സാക്ട്ലി, അത് തന്റെ കാറ് പോലെ തന്നെയുണ്ട്.
വളരെ റെയർ മോഡലാണത്. കമ്പനി ലോകത്തുടനീളം ആകെ 10 പീസ് മാത്രമാണ് ഇതുവരെ വിറ്റത്. അതും ഇന്ത്യയിൽ. കേരളത്തിൽ 1 or 2 മാത്രമേ കാണുകയുള്ളൂ. ഒന്ന് തന്റെ കയ്യിലാണ്, മറ്റതാരായിരിക്കും? അഭി ചിന്തിച്ചു. തന്റെ അതേപോലുള്ള കാർ ആരുടെ കൈവശമാണ് ഉള്ളതെന്നറിയാൻ അവനൊരു ക്യൂരിയോസിറ്റി തോന്നി. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അത് അബദ്ധമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ ആഗ്രഹത്തെ അഭി തന്റെ മനസ്സിൽ തന്നെ വെച്ചു. പ്രവേശന കവാടത്തിൽ നിന്ന് അവർ അകത്തേക്ക് കടന്നു. അത് വലിയൊരു ഹാളായിരുന്നു. അവിടെ സീലിംഗിൽ എണ്ണമറ്റ LED ലൈറ്റുകൾ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. നിലത്ത് മാർബിൾ ഫ്ലോറിംഗ്. ഫ്ലോറിൽ നിരവധി ജിം മെഷീനുകൾ. വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്ത ഒരു ജിമ്മായിരുന്നു അത്. അഭിയും റോഷ്നിയും അവിടെയെല്ലാം അത്ഭുതത്തോടെ നോക്കി. നിരവധി അതിഥികൾ ഉദ്ഘാടന പാർട്ടിയിൽ ഭക്ഷണം കഴിക്കുകയും പുതിയ ജിം മെഷീനുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ട് അഭിനവിന് ചിരി വന്നു. എന്താണ് ചിരിക്കുന്നത്? റോഷ്നി ചോദിച്ചു. അത് കേട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അഭി ചിരി അടക്കി. അപ്പൊ സാർ ആദ്യം ഏത് മെഷീനാ പരീക്ഷിക്കുന്നത്? റോഷ്നി അഭിയെ നോക്കി ചോദിച്ചു. അത് കേട്ടപ്പോൾ അഭി എല്ലാ മെഷീനുകളും സൂക്ഷ്മമായി പരിശോധിച്ചു. അഭിക്ക് തുടക്കം മുതലേ ജിമ്മിൽ പോകുന്നത് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ചുനാൾ അവൻ അവൻ്റെ വീടിനടുത്തുള്ള ഒരു ലോക്കൽ ജിം ഉപയോഗിച്ചിരുന്നു. ഡെലിവറി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയം കിട്ടാതെ വന്നപ്പോഴാണ് അത് നിർത്തിയത്. അവൻ്റെ അച്ഛൻ ചെറുപ്പം മുതലേ അഭിനവിനെ ഫിറ്റ് ആയിരിക്കാൻ ശീലിപ്പിച്ചിരുന്നു. കുഞ്ഞഭിനവ് ചെറുപ്പത്തിൽ എക്സസൈസ് ചെയ്യാതെ മടിച്ചിരിക്കുമ്പോഴെല്ലാം അച്ഛൻ അവനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കൃത്യമായി എക്സസൈസ് ചെയ്താൽ നിനക്ക് ഞാൻ വലിയൊരു ഗിഫ്റ്റ് തരുമെന്ന് അച്ഛൻ പലപ്പോഴും പറഞ്ഞിരുന്നു. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും അവൻ്റെ അച്ഛൻ അവനോടത് പറഞ്ഞിരുന്നു. നിനക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ വണ്ടി വാങ്ങുന്നുണ്ട്. അത് നിനക്ക് വേണ്ടി മാത്രം കസ്റ്റം ചെയ്ത മോഡലായിരിക്കും. പക്ഷെ ഇപ്പോഴല്ല, നിന്റെ 18ാം ജന്മദിനത്തിൽ ആ വണ്ടി നിന്റെ മുന്നിലെത്തും. നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അച്ഛൻ മരണപ്പെട്ടതോടെ അതേപ്പറ്റി പിന്നീട് ഒന്നും അറിഞ്ഞിട്ടില്ല. ഹലോ, എന്തൊക്കെയാ ആലോചിച്ച് നിൽക്കുന്നത്? ആദ്യം ഏത് മെഷീനിലാണ് തുടങ്ങുന്നത്? റോഷ്നി വീണ്ടും ചോദിച്ചു. ഞാൻ ആദ്യം ട്രെഡ്മില്ലിൽ നിന്ന് തുടങ്ങാം. കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് അത് നല്ലതാണ്, അഭി പറഞ്ഞു. ആഹാ, ജിമ്മിൽ കയറിയപ്പം മുതൽ അഭി സാർ ഒരു ഇൻസ്ട്രക്ടറെ പോലെയാണല്ലോ സംസാരിക്കുന്നത്, റോഷ്നി തമാശയെ പറഞ്ഞു. റോഷ്നി. അപ്പോഴാണ് റോഷ്നി പിന്നിൽ നിന്ന് ആരോ തന്നെ പേര് വിളിക്കുന്നത് കേട്ടത്. അഭിയും റോഷ്നിയും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടതും റോഷ്നി ചിരിയോടെ അവന്റെ അരികിലേക്ക് ചെന്നു. അർജുൻ എന്ന് വിളിച്ച് റോഷ്നി അർജുന്റെ അരികിലേക്ക് ചെന്നു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. പിന്നെ റോഷ്നി പതുക്കെ പിന്നോട്ട് മാറി. അർജുനെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇപ്പൊ കുറച്ചേറെ നാളായി നിന്നെ കണ്ടിട്ട്, അല്ലേടാ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? റോഷ്നി ചോദിച്ചു. ഓ, നമുക്കൊക്കെ എന്ത് വിശേഷം? വിശേഷമൊക്കെ നിന്നെ പോലുള്ളവർക്കല്ലേ. ഈയിടെ ഭയങ്കര ബിസിയാണെന്ന് കേട്ടു. എന്തായാലും നീ അന്ന് പറഞ്ഞതുപോലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അർജുൻ പറഞ്ഞു. വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കൂടെ ഇവൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ പോന്നതാണ്. എനിവേ, ജിമ്മിൻ്റെ സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട്. ഇതിനുള്ളിൽ വരുന്നവർക്ക് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടി ഉന്മേഷം ലഭിക്കും, റോഷ്നി ആത്മാർത്ഥമായി പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അർജുൻ്റെ കണ്ണുകൾ അഭിയിൽ പതിഞ്ഞു. അപ്പോൾ തന്നെ റോഷ്നി അഭിയെ അർജുന് പരിചയപ്പെടുത്തി. ഇതെൻ്റെ ഫ്രണ്ടാണ്, അവനൊരു ജിം ലവറാണ്. നിങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആകാനും സാധ്യതയുണ്ട്. റോഷ്നിയുടെ പരിചയപ്പെടുത്തൽ കേട്ടതും അർജുൻ അഭിയെ നോക്കി ഷേക്ക് ഹാൻഡിനെ കൈ നീട്ടി. നൈസ് ടു മീറ്റ് യു, ഐ ആം അർജുൻ. അഭിയും പുഞ്ചിരിച്ചുകൊണ്ട് അവന് കൈ കൊടുത്തു. നൈസ് ടു മീറ്റ് യു, ഐ ആം അഭിനവ്. അവൻ്റെ പേര് കേട്ടതും അർജുൻ്റെ മുഖത്ത് ഒരു ചെറിയ അമ്പരപ്പ് നിഴലിച്ചു. അഭിനവ്, അഭിനവ് രജപുത്ര. അർജുൻ്റെ വായിൽ നിന്ന് അഭിനവിൻ്റെ മുഴുവൻ പേരും കേട്ട് റോഷ്നി ഞെട്ടി.